നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 33 LGS മാരത്തോൺ എന്താണെന്ന് അറിയാൻ സുഹൃത്തുക്കൾ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കേരള PSC LDC LGS പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ എങ്ങനെ പഠിക്കണം എന്നുള്ള കുറുക്കു വഴികളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ചാനലിൽ LDC 2024 ഒരു ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളുടെ ലിങ്ക് LDC 2024 ഫ്രീ കോഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ നൽകിയിരിക്കുന്നു. LGS 2024 ഫ്രീ കോഴ്സ് ഉടൻ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവരും അതിനായി വെയിറ്റ് ചെയ്യുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകളെ പറ്റിയാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ അതിന്റെ പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ഒന്നാമത്തതാണ് പ്രാഥമിക മേഖല, രണ്ടാമത്തതാണ് ദ്വിതീയ മേഖല, മൂന്നാമത്തതാണ് തൃതീയ മേഖല. ഈ ഭാഗങ്ങളിൽ നിന്നും PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യങ്ങൾ PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശദമായി തന്നെ നമുക്കിത് പഠിക്കാം. ആദ്യമായി നമ്മൾ പോകാൻ പോകുന്നു പ്രാഥമിക മേഖല. എന്താണ് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ അല്ലെങ്കിൽ നമ്മൾ PSC പഠിച്ചു തുടങ്ങുന്ന സമയത്തെ നമ്മൾ പഠിക്കുന്നതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖല എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാല് കൃഷിയെ സ്വാധീനിച്ചിരിക്കുന്നതാണ്. നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്. അപ്പോ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മേഖലകളും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് പോയിന്റ് തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കാർഷിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ഏത്? ഇങ്ങനെയായിരിക്കും PSC ചോദിക്കുന്നത്. ഓർക്കുക, ഏതാണ്? പ്രാഥമിക മേഖലയാണ്. കൃഷി അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക മേഖലയാണ് പ്രാഥമിക മേഖല. ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാഥമിക മേഖലയാണ്. മറന്നു പോകരുത്. രാജ്യത്തിന്റെ മൊത്തം തൊഴിലാളികളുടെ കൂടുതൽ ഭാഗവും പ്രവർത്തിക്കുന്ന മേഖല. ശരിയാണ്. ഇന്ത്യയിൽ തൊഴിൽ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ മറക്കരുത്, അത് പ്രാഥമിക മേഖലയിലാണ്. ഏകദേശം ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 56% ഇന്ത്യയിൽ വരുന്ന 56% വരുന്ന തൊഴിലാളികളും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പ്രാഥമിക മേഖലയിലാണ്. പ്രാഥമിക മേഖലയിലെ തൊഴിലിന്റെ സ്വഭാവം കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ റെഡ് കോളർ ജീവനക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കോളർ ജീവനക്കാർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏതാണ്? അത് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. GDP റേറ്റിംഗ് ഏറ്റവും കുറച്ച് സംഭാവന നൽകുന്ന സാമ്പത്തിക മേഖല അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം റേറ്റിംഗിൽ ഏറ്റവും കുറച്ചു മാത്രം സംഭാവന നൽകുന്ന സാമ്പത്തിക മേഖല എന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. അതിനുള്ള കാരണം നമുക്ക് പറയാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രാഥമിക മേഖലയാണ്. ഇതൊന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. പ്രാഥമിക മേഖലയ്ക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഒന്നാമതാണ് കൃഷി, വേട്ടയാടൽ ഇമ്പോർട്ടന്റ് ആണ്. മൃഗപരിപാലനം, മത്സ്യബന്ധനം ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം എന്താണ്? പ്രാഥമിക മേഖലയിലാണ്. ഖനനം വരുന്നത് പ്രാഥമിക മേഖലയിലാണ്. വനവിഭവ ശേഖരണം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വനവിഭവ ശേഖരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ജലചൂഷണം. മറക്കരുത്, ഏതാണ്? ജലചൂഷണം. അതും എന്ത് ചെയ്യുക സുഹൃത്തുക്കള്? ഓർത്ത് വെച്ചേക്കുക. ജലചൂഷണം എന്ന് വെച്ചാൽ ജലം എന്താണ്? കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ജലചൂഷണവും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. പ്രാഥമിക മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം സുഹൃത്തുക്കളെ. ഇത്രയും നോക്കി വെച്ചിട്ടേ പോകാവൂ. ഇത്രയുമാണ് പ്രാഥമിക മേഖലയെ പറ്റി പറയാനുള്ളത്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നതാണ് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മേഖല. എന്താണ് ദ്വിതീയ മേഖലയെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രാഥമിക മേഖലയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന മേഖലകളാണ് ദ്വിതീയ മേഖലകള്. എന്താണ്? പ്രാഥമിക മേഖല. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നു, പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കരുതുക. പ്രാഥമിക മേഖലയിലുള്ള കർഷകര് കൃഷി ചെയ്ത് എന്തുൽപാദിപ്പിക്കുന്നതേ?
കോട്ടൺ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ പരുത്തി എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ദ്വിതീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വന്ന് എന്ത് ചെയ്യും, ശേഖരിക്കുകയും അതിനെ കൊണ്ടുപോയി എന്ത് ചെയ്യും, ഒന്നുകിൽ എന്താകും നൂലാക്കി മാറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവനെ തുണിയാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും, അടുത്ത മേഖലയിലേക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡ്രസ്സുകൾ നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നിർമ്മിച്ചിട്ട് അടുത്ത മേഖലയിലേക്ക് എന്ത് ചെയ്യും, അതിനെ കൈമാറും. വിൽപ്പനയ്ക്ക് വേണ്ടി അടുത്ത മേഖലയിലേക്ക് എന്ത് ചെയ്യും, കൈമാറും. ഇന്ത്യൻ സാമ്പത്തിക മേഖലയില് എങ്ങനെയാണ്, ഇന്ത്യൻ സാമ്പത്തിക മേഖലയില് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അത് ദ്വിതീയ മേഖല. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ സാമ്പത്തിക മേഖലയില് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ ആരാടെ, അത് ദ്വിതീയ മേഖലയിലാണ് നിർമ്മിക്കാൻ കഴിയുള്ളൂ. വ്യാവസായിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവൻ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, വ്യാവസായിക മേഖല എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം വ്യവസായം കൂടുതലായും എന്താണ്, ദ്വിതീയ മേഖലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഉൽപ്പന്ന മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉൽപ്പന്ന മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദ്വിതീയ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ബ്ലൂ കോളർ എന്നറിയപ്പെടുന്നു. മറന്നു പോകരുത്, ബ്ലൂ കോളർ ജീവനക്കാർ. പ്രാഥമിക മേഖലയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്, റെഡ് കോളർ ജീവനക്കാരെന്നും. ദ്വിതീയ മേഖലയാണെങ്കിൽ അത്തരം വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ നമ്മൾ എന്താണ്, ബ്ലൂ കോളർ ജീവനക്കാർ എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദ്വിതീയ മേഖലയെ രണ്ടായി എന്ത് ചെയ്യുന്നു, വിഭജിച്ചിരിക്കുന്നു. അതാണ് ചെറുകിട യൂണിറ്റുകളും വൻകിട യൂണിറ്റുകളും. എന്താണ് ചെറുകിട യൂണിറ്റും വൻകിട യൂണിറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എടുക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു തുണിത്തരങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാണശാല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല വെച്ച് നോക്കുന്നെങ്കിൽ എന്താണ്, ഒരു ചെറുകിട യൂണിറ്റ് ആണ്. അതേ സ്ഥാനത്ത് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വൻകിട സ്ഥാപനമായിട്ട് മാറും. അതുപോലെ വസ്ത്ര നിർമ്മാണശാലകൾ എന്തായിട്ട് മാറും, അവര് ചെറുകിട യൂണിറ്റുകൾ എന്ന് എന്ത് ചെയ്യും, അറിയപ്പെടും. ഇതാണ് വ്യത്യാസം വരുന്നത്. സാമ്പത്തിക മേഖലയുടെ പ്രേരക ശക്തികൾ എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖല. മറന്നു പോകരുത്, സാമ്പത്തിക മേഖലയിലെ പ്രേരക ശക്തികൾ എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദ്വിതീയ മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതിനനുസരിച്ച് രാജ്യത്തിന്റെ തൊഴിലവസരങ്ങളും എന്ത് ചെയ്യും, വർദ്ധിക്കും. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. GDP റേറ്റ് പ്രകാരം ഇന്ത്യയിലെ ദ്വിതീയ മേഖല നൽകുന്നത് 29%. GDP റേറ്റ് പ്രകാരം ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയിലേക്ക് ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല എത്ര ശതമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, 29%. ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെയാണ് ടെക്സ്റ്റൈൽ മില്ലുകൾ, അല്ലെ, തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നതിനും അല്ലെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടെക്സ്റ്റൈൽ മില്ലുകൾ, ഗ്ലാസ് നിർമ്മാണം, ഫർണിച്ചർ നിർമ്മാണം, ഫുഡ് പ്രോസസിംഗ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇരുമ്പ് വ്യവസായം, ഇലക്ട്രിക് വ്യവസായം, ഇങ്ങനെ കുറെ വ്യവസായങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ എല്ലാം ഏതിനകത്താണ് വരുന്നത് ചോദിച്ചാൽ ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ഒന്നുകൂടെ പറയാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ മില്ലുകൾ, ഗ്ലാസ് നിർമ്മാണം, ഫർണിച്ചർ നിർമ്മാണം, ഫുഡ് പ്രോസസിംഗ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇരുമ്പ് വ്യവസായം, അതുപോലെ ഇലക്ട്രിക്കൽ വ്യവസായം, അതുപോലെ തന്നെയാണ് എനർജി മേഖല. എനർജി മേഖലയൊക്കെ ചോദിച്ചാൽ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഇത്രയും ഏതാണ്, ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ്. പ്രാഥമിക മേഖലയിൽ നമ്മൾ കോട്ടൺ എന്ത് ചെയ്തു, ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ പരുത്തി എന്ത് ചെയ്തു, കർഷകർ ഉൽപ്പാദിപ്പിച്ചു. ദ്വിതീയ മേഖലക്കാർ അതിനെ എന്ത് ചെയ്തു, ഉൽപ്പന്നമാക്കി മാറ്റി, അല്ലെങ്കിൽ വസ്ത്രമാക്കി മാറ്റിയടെ. ഇനി എന്താ സുഹൃത്തുക്കളെ ബാക്കിയുള്ളത്, ഈ വസ്ത്രങ്ങളെല്ലാം എന്ത് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവയെ വിറ്റഴിക്കണം, അല്ലെ, അവരെന്ത് ചെയ്യണം, വിറ്റഴിക്കണം. അതിന്റെ ചുവട് പിടിച്ചു വന്നതാണ് തൃതീയ മേഖല. അപ്പോ സേവന മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ്. ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതാണ് പ്രധാന കടമ. മറന്നുപോകരുത്, എന്താണ്, ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതാണ് പ്രധാന കടമ. പാതയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു, സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, കൊണ്ടുവന്നിട്ട് ദ്വിതീയ മേഖലക്കാരനെ ഉൽപ്പന്നമാക്കി മാറ്റുന്നു. ഈ ദ്വിതീയ മേഖലക്കാരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ എന്താണ് ശേഖരിച്ച് ആവശ്യക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് പാതയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം എന്താണ് കൈമാറ്റം ചെയ്യുന്നതാണ് ആരുടെ കടമ എന്ന് പറയുന്നത്, തൃതീയ മേഖലയുടെ കടമ എന്ന് പറയുന്നത്. രണ്ടു മേഖലകളിൽ നിന്നും തൃതീയ മേഖലയ്ക്ക് നേട്ടമുണ്ടാകുന്നു, ശരിയാണ്. അതായത് ഈ രണ്ടു മേഖലയിൽ നിന്നും, പ്രാഥമിക മേഖലയിൽ നിന്നും ദ്വിതീയ മേഖലയിൽ നിന്നും തൃതീയ മേഖലയ്ക്ക് എപ്പോഴും എന്തുണ്ടായിക്കൊണ്ടിരിക്കോടെ,
നേട്ടമുണ്ടായിക്കൊണ്ടിരിക്കും. ആ പോയിന്റ് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ജനങ്ങളുടെ സുഖകരവും ഉയർന്ന നിലവാരമുള്ള നിലനിൽപ്പിന് തൃതീയ മേഖല അനിവാര്യമാണ്. ജനങ്ങളുടെ സുഖകരവും ഉയർന്ന നിലവാരമുള്ളതുമായ നിലനിൽപ്പിന് തൃതീയ മേഖല അനിവാര്യം അല്ലെങ്കിൽ അത്യാവശ്യമാണ്. പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല, ഇന്ത്യയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ തൃതീയ മേഖലയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പ്രാഥമിക മേഖല, രണ്ടാമത് തൃതീയ മേഖല, മൂന്നാമതാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല വരുന്നത്. മറന്നു പോവല്ലേ, പഠിച്ചോളണേ. ഏകദേശം 27% ആളുകളും ദ്വിതീയ മേഖല, ഇന്ത്യയിലുള്ള തൊഴിൽ ചെയ്യുന്ന 27% കൂടുതൽ ആളുകൾ എന്തിലാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന തൃതീയ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. മറന്നു പോവരുത്. 22% ആളുകൾ മാത്രമേ ഏതിൽ വരുന്നുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറിക്കകത്ത് വരുന്നുള്ളൂ. അപ്പൊ അന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. 22% മാത്രമേ ദ്വിതീയ മേഖലയിൽ വരുന്നുള്ളൂ. എന്നാൽ 27% ആളുകൾ എവിടെ പ്രവർത്തിക്കുന്നു, തൃതീയ മേഖലയിൽ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഇവയെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. വിപണന സേവന മേഖലയെന്നും വിപണന രഹിത സേവന മേഖലയെന്നും. വിപണന മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് ചെറിയ എന്താണ് സംരംഭങ്ങൾ, ചെറിയ ഷോപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ടെക്സ്റ്റൈൽസ് പോലുള്ള സ്ഥാപനങ്ങളായിരിക്കാം. ഇവയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, വിപണന സേവന മേഖല എന്ന് പറയുന്നത്. വിപണന രഹിത സേവന മേഖലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഏതൊക്കെയാണ്, ബാങ്കിങ് സെക്ടർ നമുക്ക് പറയാം, ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ. ഇവർക്കൊക്കെ എന്താണ്, വിപണന രഹിത സേവന മേഖലകളാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തൃതീയ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ദ്വിതീയ മേഖലയേക്കാൾ വേഗത്തിൽ ഉപഭോക്തൃ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് ദ്വിതീയ മേഖലയേക്കാൾ വേഗത്തിൽ ഉപഭോക്തൃ ആവശ്യങ്ങൾ എന്താണ്, പ്രതികരിക്കാൻ കഴിയും. പ്രാഥമിക മേഖല വസ്തു ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. ആ അസംസ്കൃത വസ്തുക്കൾ എല്ലാം ശേഖരിക്കുന്നത് ആരാണ്, ദ്വിതീയ മേഖലയാണ്. അവരെന്ത് ചെയ്യുന്നു, ആ വസ്തുവിനെ എന്ത് ചെയ്യുന്നു, നിർമ്മിക്കുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഈ പ്രോഡക്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഉപഭോക്താവിലേക്ക് കൃത്യമായി എത്തിക്കുന്ന ജോലിയാണ് തൃതീയ മേഖലയ്ക്കുള്ളത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതൽ GDP റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെയാണ് ലാസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് ആണ് പരിസ്ഥിതി നാശം കുറവാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. പരിസ്ഥിതി നാശം എന്താണ്, ഈ പറഞ്ഞ രണ്ട് സെക്ടറും വെച്ച് നോക്കുമ്പോൾ ഈ സെക്ടറിന് പരിസ്ഥിതി നാശം എന്താണ്, കുറവാണ്. തൃതീയ മേഖലയുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഇതാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. ഉദാഹരണങ്ങൾ മറന്നു പോകരുത്. വിവര സാങ്കേതിക വിദ്യ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. വിവര സാങ്കേതിക വിദ്യ, മൊത്ത വ്യാപാരം, ചില്ലറ വ്യാപാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആരോഗ്യം, ഇൻഷുറൻസ്, ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ധനകാര്യം ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുക. ധനകാര്യം ഏത് മേഖലയുമായി വരുന്നു, തൃതീയ മേഖലയുമായി വരുന്നു. ധനകാര്യം, ഗതാഗതം, അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, ബാങ്കിങ് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അത് തൃതീയ മേഖലയാണ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, പൊതുഭരണവും റിയൽ എസ്റ്റേറ്റും മറന്നുപോകരുത്. പൊതുഭരണവും റിയൽ എസ്റ്റേറ്റും, വിനോദസഞ്ചാര മേഖല പഠിച്ചു വെച്ചേക്കുക. വാർത്താവിനിമയ മേഖല, ഇത്രയുമാണ് പ്രധാനപ്പെട്ട തൃതീയ മേഖലയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾ പഠിക്കേണ്ട പോയിന്റ് ഒന്നുകൂടെ പറയുകയാണ്. ആരോഗ്യം, ഇൻഷുറൻസ്, ധനകാര്യം, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പൊതുഭരണം, റിയൽ എസ്റ്റേറ്റ്, ഇത്രയും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ തന്നെ ഇൻഷുറൻസും ബാങ്കിങ്ങും അതുപോലെ റിയൽ എസ്റ്റേറ്റും വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം. ഇത് മൂന്നും പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിക്കുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.